الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവരെ നിയമ നിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും പ്രത്യേകിച്ചിട്ട് രഹസ്യമായ ജീവിതത്തിൽ അല്ലാഹുവരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു ചെന്ന് സ്വന്ത നഫ്സരെ മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കവും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കവും നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುಳ್ಳದಾയ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ അൻഫാൽ അതൊരു 2-ാമത്തെ ആയത്തായി ദിക്ർ നിങ്ങളെ മുന്നിൽ ഓതിയിട്ടുള്ളേ. ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതായ സ്വഭാവങ്ങൾ ക്വാളിറ്റീസ് എന്തെല്ലാം ആയിത്തിക്കോണോ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്.
വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടായെങ്കിൽ വിശ്വാസിയുടെ ഗുണലക്ഷണമായിട്ട് പല ആയത്തിലും വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങ വിജയിച്ചാറ് ചെന്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ വിശേഷണ അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് വേണ്ടതായ ആയത്തിലൂടെ നമുക്ക് പടിപാട്ടിയതായിട്ട് കാണുക സാധ്യം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ ലക്ഷണമായിട്ട് അല്ലാഹു പടിപാട്ടിത്താണ്. ഇന്നമൽ മുഅ്മിനൂന, ഈ മുഅ്മിനീങ്ങ മാത്രമായിത്തിക്ക്. ഇന്നമ ചെന്നെങ്കിൽ ഇങ്ങ മാത്രമായിത്തിക്ക്, വേറെ ആരുമല്ല. മുഅ്മിനീങ്ങ ചെന്നെങ്കിൽ ആറ്? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ ക്വാളിറ്റിയായിട്ട്, ഒന്നാമത്തെ സ്വഭാവമായിട്ട്, ഗുണലക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ ലക്ഷണമായിട്ട് ചെന്തുന്നത് ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുരെ സംബന്ധിച്ചിട്ട് പടിപാട്ടി കൊടുത്തിട്ടായെങ്കിൽ, സ്മരിക്കപ്പെട്ടിട്ടായെങ്കിൽ, മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ടായെങ്കിൽ വജിലത്തു ഖുലൂബുഹും, അങ്ങനെ ഹൃദയങ്ങൾ പേടിക്കൂ ചെന്തായിത്തിക്ക. ഹൃദയങ്ങൾക്കൊരു പേടിയുണ്ടാവും. അല്ലാഹുരെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കും, കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചിട്ട് പഠനം നടത്തുമ്പോഴത്തേക്കും, മനസ്സിലാക്കുമ്പോഴത്തേക്കും അങ്ങനെ ഹൃദയത്തിലൊരു പേടിയുണ്ടാവും, ഒരു നൊമ്പല, ഒരു ആശ്ചര്യ അങ്ങനെ ഹൃദയത്തിലുണ്ടാവും. എന്തൊരു അത്ഭുതമായി തിക്ക്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതെന്തും നീന് വെറുതെ ഉണ്ടാക്കിയതല്ല. എന്തൊരു അത്ഭുതമായി തിക്ക്. മനുഷ്യ ശരീരത്തെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടായെങ്കിൽ, ഒരു പഠനം നടക്കുമ്പോഴത്തേക്കു, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിക്ക് ശരീരത്തിനെ സംബന്ധിച്ചിട്ട് പഠനം നടത്തുമ്പോഴത്തേക്കു, മനസ്സിലാക്കുമ്പോഴത്തേക്കു അതൊരു അത്ഭുതമായിട്ട് അവനക്ക് തോന്നും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീന വെറുതെ ഉണ്ടാക്കിയതല്ല. എന്തൊരു അത്ഭുതമായി തിക്കുറി ചെന്ത് അത് പഠിക്കുമ്പോഴത്തേക്കു, റബ്ബിനെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കു, വിവരിക്കുമ്പോഴത്തേക്കു അവിടെ ഹൃദയങ്ങൾക്കൊരു പേടിയുണ്ടാവും. അത് മുഅ്മിനീങ്ങളെ ഒന്നാമത്തെ ലക്ഷണമായി തിക്ക്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തന്നത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് അങ്ക് ആയത്ത് ഓതി കൊടുത്തിട്ടായെങ്കിൽ, വിശുദ്ധ ഖുർആൻ അങ്ക് പടിപാട്ടി കൊടുത്തിട്ടായെങ്കിൽ, മനസ്സിലാക്കിയിട്ടായെങ്കിൽ, അങ്ക് അതിന്റെ വിവരണ അങ്ക് നൽകിയിട്ടായെങ്കിൽ സാദത്തുഹും ഈമാന, അങ്ങനെ ഈമാൻ യാറാവൂ. അപ്പൊ ഖുർആൻ പഠിക്കുമ്പോഴത്തും പഠിച്ചതായ ആൾമാർ കേവലമായിട്ടുള്ള റീഡിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുക. ദൈനംദിനമായിട്ട് ഞങ്ങൾ ഓതിയിട്ടുള്ള ഒരു പേജും 2 പേജും റമദാൻ വരുമ്പോഴത്തേക്കും ഒരു ഹത്ത ഫുള്ളും ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർക്കുന്നതായ ആൾമാരുണ്ട്, 2 വട്ട ഓതുന്നതായ ആൾമാരുണ്ട്. ദൈനംദിനമായിട്ട് ഖുർആൻ ഓതുന്നതായ ആൾമാർ, അത് കൂലിയുണ്ട്, പ്രത്യേകമായിട്ടുള്ള കൂലിയുണ്ട്. അത് ചിലരെ ആവശ്യകതയില്ല ആയെങ്കിൽ, അതിനെ ഹൃദയത്തുക്ക് സ്പർശിക്കണുണ്ടായെങ്കിൽ, ഹൃദയത്തെ ഉൾഗ കടന്ന് ചെല്ലണുണ്ടായെങ്കിൽ അതിരെ അർത്ഥം മനസ്സിലാക്കുക, പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമായിത്തേക്ക് ഹൃദയത്തിലൂടെ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തുകു സാദത്തുഹും ഈമാന, അങ്ങനെ ഈമാന് യാറാവൂ. അപ്പൊ ഖുർആൻ പഠിക്കുമ്പോഴത്തുകായി തിക്കർ ഈമാൻ യാറാവൂ. ഇങ്ങ മാത്രമായി തിക്കർ മുഅ്മിനീങ്ങ ചന്ത് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിത്തണ്ട്. മുഅ്മിനീങ്ങളെ ലിസ്റ്റിൽ പെടണുണ്ടായെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങൾ ഞങ്ങളിൽ ഉണ്ടാവും. ഖുർആൻ ഓതുമ്പോഴത്തുകു അതിരെ
ഹൃദയത്തുക്ക് തട്ടുന്നതായ സ്പർശിക്കുന്നതായ രൂപത്തിലുള്ള പഠന നമുക്ക് വേണം. ഖുർആൻ പഠിക്കുന്നതായ ആൽമാരായി തീരണം. അങ്ങനെ ആവുമ്പത്തുകായി തിക്കർ ഞങ്ങളെ ഈമാൻ യാറാവുന്നത് സാദത്തുഹും ഈമാന. അതേപോലെ മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിയുടെ ലക്ഷണമായിട്ട് പടിപാട്ടി തന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അങ്ങനെ റബ്ബു തവക്കുലാക്കാറ്. ഏറ്റവും വലിയ ഈമാൻ തവക്കുൽ ചെല്ല. ഒരു ഇബാദത്ത് ശാരീരികമായിട്ട് ഒരുപാട് ഇബാദത്തുണ്ട്. ശരീരം കൊണ്ടൊത്ത് നിർവഹിക്കുന്നതായി വാജിബായിട്ടുള്ള നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ ആരാധന കർമ്മങ്ങളുണ്ട്. ഞങ്ങളെ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതായിട്ട്. എന്നാൽ മനസ്സുകൊണ്ട് നിർവഹിക്കുന്നതായ വാജിബായിട്ടുള്ള നിർബന്ധമായിട്ടും ഒരു വിശ്വാസിക്ക് വേണ്ടതായിട്ട് തവക്കുൽ ചെല്ല. തവക്കുൽ അല്ലാഹുലു ബരമേൽപ്പിക്കുന്നത്, ട്രസ്റ്റ് ആക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവനത്തിൽ എപ്പോഴും വേണം. എല്ലാ കാര്യത്തിലും, ഒരു ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ വിട്ടുപിടകില്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പടിപാട്ടിത്തണ്ട് ഓർത്തോല് ചെന്നെങ്കിൽ ഓർത്തോല് തവക്കുൽ എല്ലാം അല്ലാഹു ഞങ്ങളെ നോക്കണം. സകലമാന വസ്തു സകലതും നന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഞങ്ങൾ ബരമേൽപ്പിക്കുക, തവക്കുലാക്കുക. ഓർത്തോല് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം. എപ്പോഴും ആ പ്രാർത്ഥന നിങ്ങൾ ബൈഹാട്ടാക്കി വെക്കണം, എപ്പോഴും ചെന്നോട്ടിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക. ഒരു പ്രാർത്ഥനാക്കുമ്പത്തുകു അല്ലാഹുരൊട്ടിಗೆ പ്രാർത്ഥനാക്കുമ്പത്തുകു അല്ലാഹുവിന്റെ നാമ വിശേഷണ വെച്ചിട്ട് അസ്മാഉ സിഫാത്ത് പേര് വെച്ചിട്ട് ചെല്ലുമ്പത്തുകു അതുക ദുആത്തുകു വലിയൊരു ഗാംഭീര്യമുണ്ട്. സ്വീകരിക്കപ്പെടുക കാരണമായി തീരും. അല്ലാഹുവിന്റെ നാമം വെച്ചിട്ട് പേര് വെച്ചിട്ട് ഇസ്മ വെച്ചിട്ട് ദുആർക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പടിപാട്ട് യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യായിട്ടുള്ളവനെ, കയ്യുമായവനെ, എല്ലാം നിയന്ത്രിക്കുന്നതായ റബ്ബേ, ഹയാത്തുള്ള റബ്ബേ, ബിറഹ്മതിക നിന്റെ റഹ്മത്ത് കൊണ്ടു ഞാൻ കേട്ടോണ്ടുള്ള എന്തായിട്ടിക്കുന്നത് അസ്ലിഹ്ലി ശഅനി കുല്ല. നിന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരും, എല്ലാം നീ നോക്കണം. വലാ തകിൽനി നന്റെ നീന് ഏൽപ്പിക്കുക തീരാ, നന്റെ മേൽ നീ ഉത്തരവാദിത്തം എനിക്ക് തരണ്ട. ഇലാ നഫ്സി തൊർഫത ഐൻ. ഓർത്തോല് ചെന്നെങ്കിൽ കണ്ണ് ഇങ്ങനെ ചിമ്മിത്ത് തുറക്കുற ഹിമ വെട്ടര ചെല്ലങ്ങളെ മലയാളത്തിൽ. അപ്പൊ കണ്ണ് ചിമ്മിത്ത് തുറക്കുற സമയം പോലും നന്റെ നീന് ഏൽപ്പിക്കുക തീരാ. അത് സമയത്ത് നീനെന്താക്കണോ, നിയന്ത്രിക്കണോ, നിന്റെ മേലായിത്തിക്കറ തവക്കുലാക്കിത്തുള്ളി. ആ ടൈം പോലും നന്റെ നഫ്സിൽ ഞാൻ തവക്കുലാക്കില്ല, അത് നന്റെ ഉത്തരവാദിത്തല്ല. അതുകൊണ്ടു കണ്ണ് ചിമ്മുറ ആ ടൈം പോലും റബ്ബേ, ആ സമയം പോലും നിന്നിൽ ഞാൻ ഏൽപ്പിക്കറ, ബരമേൽപ്പിക്കറ, തവക്കുലാക്കുറ. അപ്പൊ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള കണ്ണ് ചിമ്മിട്ട് തുറക്കറ സമയം എത്ര ഉണ്ട്, അത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും അല്ലാഹുവേ നീന് നോക്കണോ ചെന്ത് അല്ലാഹുരൊട്ടിಗೆ ബരമേൽപ്പിക്കുന്നതായി ആ സ്വഭാവം അത് വിശ്വാസിയുടെ ഗുണലക്ഷണമായി തിക്കറ്. അത് അമ്പിയാക്കന്മാരെ പാരമ്പര്യമായി തിക്കർ അല്ലെ, അമ്പിയാക്കന്മാരെ ചരിയായി തിക്കറ്, തവക്കുലാക്കുന്നത് ചെൽ. ഞങ്ങ ഹജ്ജരെ ഇത് കടന്നു പോകുമ്പത്തുകു, ഈദുൽ അദ്ഹ കടന്നു പോകുമ്പത്തുകു ഞങ്ങ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ ചരിയ ഞങ്ങ മനസ്സിലാക്കിയ അല്ലെ. ഇബ്രാഹിം നബിയുടെ ചരിയയിൽ ഞങ്ങൾക്ക് കാണുക സാധ്യാവുരെ ഏറ്റവും വലിയ തവക്കുലായി തിക്കർ, ഈമാനായി തിക്കർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ തീക്കുണ്ടാരത്ത് കിടുമ്പത്തുകു ആ സമയത്ത് നക്ക് അല്ലാഹു മയാവു നന്റെ സഹായിക്കൂ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ ചെന്ത് പ്രാർത്ഥിക്കൂ. മനസ്സ് വന്നത് അത് ഈമാനായി തിക്കർ, തവക്കുലായി തിക്കർ, അല്ലാഹുവിന്റെ മേലുള്ള ആ ഒരു വിശ്വാസം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ തന്റെ കിടാവുര കുമ്പൈത്ത് ഇസ്മായിലെയും ഹാജറ ബീബിരെയും മക്ക ചെല്ല ജാഗയെ കുമ്പൈത്ത്
ആരുമില്ലാത്ത, ഒരു വെള്ളം പോലും ഇല്ലാത്ത, ഒരു കൃഷിയില്ലാത്ത ആ ഒരു ജാഗയില്, മനുഷ്യന്മാർ താമസിക്കാത്ത ഒരു ജാഗയില് കൊമ്പയത്ത് ആക്കിത്ത് പണ്ട് അല്ലെ അള്ളാഹുലല്ലേ വിശ്വാസം, അള്ളാഹു സഹായിക്കു ചെല്ലതായി ആ ഒരു തവക്കുലു അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ജീവിതത്തിൽ കാണുക സാധ്യവും. മാത്രവുമല്ല ഹാജറ ബീബിയും അതനുസരിച്ചിട്ട് ജീവിച്ചതായ മഹതിയായി തിക്കറ് നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും മാതറിയായി തിക്കറ്, എല്ലാ പെണ്ണുങ്ങമാർക്കും മാതറിയുണ്ടു. ഹാജറ ബീബി അതാ അവിടുന്ന് വിട്ടുത്ത് പോമ്പത്തുകു മക്കാ രാജ്യത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണ്ടെ ഇസ്മായിൽ അലൈഹി സ്വലാമരെ കൊണ്ടുപോയിട്ട് വിട്ടുത്ത് ആക്കി പോമ്പത്തുകു ഹാജറ ബീബി കേക്കൊണ്ടു ഞങ്ങളെല്ലാം വിട്ടുത്ത് പോണ്ടമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് കേക്കൊണ്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടിಗೆಲ್ಲ വിട്ടുത്ത് ഞങ്ങളെ വിട്ടുത്തെല്ലാം ഒഴിവാക്കിത്ത് പോണ്ടമ്മ ഉടായിട്ടെങ്കിൽ ആരുമില്ല, ആരെ കാണുക സാധ്യയില്ല, ഒരു തന്നി പോലും ഇല്ല, അവിടെ ഒരു കൃഷിയില്ല, എന്തുമില്ല. അങ്ങനെ ഞങ്ങൾ വിട്ടുപോണ്ടമ്മ അവസാനം ആവർത്തിച്ച് കേൾക്കുമ്പൊത്തു ഹാജറ ബീബി പിന്നെ കേക്കറ് അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആയി തിക്കറ, ഇത് ഓർഡർ ആക്കിത്തുള്ളത് അല്ലാഹു ആയി തിക്കറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പൽക്ക ചൊല്ല് ഖാല നഅം, ഒക്കു അല്ലാഹുരെ കൽപ്പന ആയി തിക്കറ, നഅം ചൊല്ല്. ആ സമയത്ത് ഹാജറ ബീബി ആ ഒരു തവക്കുലാക്കറ ഇതൻ ലാ യുളയ്യിഉനാ, അങ്ങനെ ആയിട്ടെങ്കിൽ അല്ലാഹു ഞങ്ങൾ ഓർക്കത്തും കൈവിടല്. ആ ഒരു ഈമാൻ തവക്കുൽ അത് വിശ്വാസിയുടെ ലക്ഷണമായി തിക്കറ്. അമ്പിയാക്കന്മാരെ ചരിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധ്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമറെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടതായി തിക്കറ്. ഫറോവ രാജാക്കന്മാര്, സൈനികന്മാര് അതാ വിശ്വാസിമാരെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമറെ അനുയായിമാരെയും വധിക്കുകയായിട്ട് ബാക്കിലൂടെ വേണ്ട, നാനാഭാഗത്തിലൂടെ വേണ്ട വിശ്വാസിമാർ ഓടി രക്ഷപ്പെടുക നോക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആൽമാർ ചെന്നാൽ മൂസാ ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളെ പിടിക്കറ, ഞങ്ങൾ പോയമേ, ഞങ്ങളിപ്പോ കൊല്ലുറ. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലതായ പൽക്കൊണ്ട് ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി, നന്റെ കൂടെ റബ്ബുണ്ടു, നിങ്ങൾ എന്തൊക്കെ പേടിക്കരെ, നന്റെ കൂട്ടത്തില് നന്റെ കൂടെ റബ്ബുണ്ടു. സയഹ്ദീൻ, അവനൊരു മാർഗ നമുക്ക് കാട്ടിത്തരുവാന്. ആ ഒരു തവക്കുൽ, അങ്ങനെയുള്ള തവക്കുലിക്കുമ്പോ അല്ലാഹുരെ സഹായമുണ്ട്. ആ തവക്കുൽ നിങ്ങൾ സ്വീകരിച്ചിട്ടായെങ്കിൽ, അല്ലാഹു ട്രസ്റ്റ് ആക്കിയിട്ടായെങ്കിൽ, ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചിട്ടായെങ്കിൽ അല്ലാഹുരെ സഹായമുണ്ട്, അതിൽ സംശയമില്ല. ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയതായിരിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. മക്കയിലുള്ള മുശ്രിക്കുമാർ മർദ്ദനങ്ങൾ യാറാമ്പത്തുക ഹിജ്റ പോകേണ്ട സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ പോയിട്ട് വഞ്ചിതെക്കുമ്പൊത്തുകു അതാ ശത്രുമാർ മുട്ട ബണ്ടാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർ എന്തെങ്കിലും അങ്ങ് അറ്റാക്ക് ആക്കുക കണ്ടിട്ടായെങ്കിൽ, ഒന്ന് കാലറഭാഗ നോക്കിയിട്ടായെങ്കിൽ അതാ അള്ളാഹു റസൂലങ്ങ വധിക്കുവാറ്. ആ ഒരു ബേജാറായി പേടിയല്ല, ആ ഒരു ബേജാർ അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിക്കറ ചെല്ലതായ ആ ഒരു പേടി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുന്നത് ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തന്നതായി തിക്കറ് ലാ തഹ്സൻ, നീ എന്തായി തിക്കറ് പേടിച്ചോണ്ടുള്ളത്, ഞങ്ങൾ ജണ്ടാൽ മാത്രമല്ല ഇവിടെ ഉള്ളത്, മൂന്നാമനായി അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഞങ്ങളൊട്ടിക ഉണ്ടു ചെന്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കർ. അപ്പം ആ ഒരു വിശ്വാസ തവക്കുൽ വിശ്വാസിമാർക്ക് വേണം അല്ലേ. അതുപോലെ ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ സാധ്യം. അമ്പിയാക്കന്മാരെ ജീവിതത്തിൽ മാത്രമല്ല, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, സ്വഹാബത്തരെ, താബീങ്ങളെ തുടങ്ങിയതായ ആത്മാരെ ജീവിതത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ സാധ്യം. ഒരു ചരിത്ര ചെല്ലുദ്ദേശിക്കുന്ന മഹാനായ ബൊന്നാനുൽ ഹമ്മാൻ ചെല്ലത അബുൽ ഹസൻ അസ്സായിദ്, ഒരു സൂഫി പണ്ഡിതൻ, നിങ്ങൾ കേട്ടെത്തിക്കുവാൻ
ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി എന്നാൽ ഇബ്നു തൂലൂൻ ചെല്ലതായ ഒരു ഭരണാധികാരി, ഒരു അക്രമിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായി തിക്കറ്. അവനക്ക് രണ്ട് മുഖമുണ്ട്. ചില സമയത്തിൽ ആൾമാരെ, പാവപ്പെട്ടതായ ആൾമാരെ അവനു സഹായിക്കറ, ചില സന്ദർഭത്തിൽ നിരപരാധിമാരായ ആൾമാരെയും വധിക്കറ. അങ്ങനെ വധിച്ച കണക്ക് നോക്കിയിട്ടായെങ്കിൽ 18,000-ഓളം ആൾമാരെ വധിച്ചിറ ചന്തായിത്തിക്കറ് ചരിത്ര പടിപാട്ടിത്തണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായി ഒരു ഭരണാധികാരി അക്രമങ്ങൾ ആറാവുമ്പത്തുകൂ മഹാനായ ബുന്നാനുൽ ഹുമ്മാൽ ചെല്ലതായ ഒരു സൂഫി പണ്ഡിതൻ, ഒരു സൂഫിയായി തിക്കർ, നല്ല തക്കുവല്ലേ ഒരു മനുഷ്യ. അയാൾ പോയിട്ട് അതിനെതിരെ വാർണിംഗ് കൊടുക്കും. അയാളെ പൽക്ക പറയും, ദേശത്തിൽ പൽക്ക പറയും, ഇതെല്ലാം നടക്കരുത്, ശരിയല്ല അഞ്ചത്. ആ സമയത്തിൽ ഇബ്നു തൂലൂനുകു അർസബണ്ട്, ഭരണാധികാരിക്ക് അർസബണ്ട്, രാജാവുക്ക് അർസബണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണോ ചെന്തവൻ തീരുമാനിക്കറ. അങ്ങനെ ശിക്ഷ കൊടുക്കുക തീരുമാനിക്കറ. അയാളെ കൊമ്പയത്ത് ജയിലിൽ കൊമ്പയത്ത് ഇടേ. ആ ജയിലിൽ കൊമ്പയത്ത് ഇട്ടൽ പിന്നെ അയാൾക്കുള്ള ശിക്ഷ എന്താ ചെന്നിട്ടായെങ്കിൽ ഒരു സിംഹത്തെ, ഒരു അസദറെ അയാളെ മുട്ട കടത്തുറതായി തിക്കറ്, ജയിലിക്ക് കടത്തുറതായി തിക്കറ്. അങ്ങനെ സിംഹത്തുക്ക് ഒന്നും കൊടുക്കാമാറ് 3-4 നാൾ തോലോ സിംഹത്തുക്ക് തിന്നകു കൊടുക്കില്ലേ, തിന്നകു കൊടുക്കില്ല. അപ്പൊ നല്ല പൈച്ച് തിക്കറ് സിംഹം. ആ സിംഹത്തെ ജയിലിലുള്ള കടത്തും. ഇയാൾ ജയിലിലുണ്ടോ, അതെന്താവൂ കടത്തിയിട്ടായെങ്കിൽ അയാളെ പോയിട്ട് തിന്നു. അങ്ങനെ തിന്നിട്ട് അയാൾ കൊള്ളുറതായി തിക്കറ്. ആ ഒരു ശിക്ഷാ നടപടി. അങ്ങനെ ആ സമയത്തൊരു ആൽമാരെല്ലാം നോക്കിക്കൊണ്ടുള്ളാറ് പായമേ തീർന്നതായി തിക്കറ്, ഇനി രക്ഷയില്ല. ആ പണ്ഡിതനെ പോയിട്ട് സിംഹ പോയിട്ട് തിന്നു, ഇനി ഒരു രക്ഷയുമില്ല ചെന്ന് ആൽമാർ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പത്തുകു ആ സിംഹ അയാളെ മുട്ട പോണ്ടു. അയാളെ മുട്ട പോയിട്ട് ഒന്ന് മൂസിത്ത് നോക്കിത്ത് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അവിടെ നിൽക്കറ്. അയാളെ തിന്നില്ലേ. ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ആൽമാർക്ക് ഒരു ആശ്ചര്യമാവും, എന്തായി തിക്കർ ബാവ, ഈ സിംഹ പോയിട്ട് പട്ടിണിയുള്ളതായി തിന്നകു കൊടുക്കാത്ത സിംഹ പോലും അയാളെ മുട്ട പോയിട്ട് അതാ മുണ്ടാട്ട് നിണ്ടെത്ത് തിരിച്ചു പണ്ടല്ലേ ചെല്ലതായി ആ ഒരു കൗതുകത്തിൽ ആശ്ചര്യത്തിൽ നോക്കിയിരിക്കുമ്പോഴത്തേക്കു രാജാവ് അയാളൊട്ടിಗೆ കേൾക്കರು, ഫീമ കുന്തവൽ അസദു ഇൻദക വ അൻത ലാ തൽതഫിതു ഇലൈഹി. അയാള് സിംഹത്തെ മൈൻഡാക്കിറമേ ഇല്ല. എന്തുകൊണ്ടായി തിക്കറ് നിങ്ങ മൈൻഡാക്കിത്തില്ല, അതിലൊരു പേടിയും നിങ്ങൾക്ക് ബറാത്തന്തേ. അലം തഖിഫ് മിനൽ അസദ്, നിങ്ങൾക്ക് സിംഹത്തെ പേടിയില്ലേ? ആ സന്ദർഭത്തിൽ അയാള് ചെല്ല പൽക്കൊണ്ട് കുന്തു ഉഫക്കിറു ഫീ ലുആബിൽ അസദി ഇമ്മസ്സനി അഹുവ ത്വാഹിറുൻ അം നജസ്. ನಾನು ചിന്തിച്ചോണ്ടിരുന്നത് ആ സിംഹ നന്റെ ಬಂತು തൊട്ടുണ്ടായെങ്കിൽ അത് നജസാവോ, അതിരെ ബായിൽ ബണ്ടേ നൊര അല്ലെങ്കിൽ ആ ഉമിനീര് അത് എൻ്റെ ശരീരത്തിക്ക് തട്ടിയിട്ടായെങ്കിൽ നജസാവോ ഇല്ലേ ചെല്ലതായ സംശയമായി തിക്കറ് നക്കുണ്ടായിട്ടുള്ളത്. അതല്ലാണ്ട് ನಾನು അതിരെ പേടിച്ചിട്ടില്ല, സിംഹത്തെ നക്ക് പേടിയില്ല. കാലല ഇന്നല്ലാഹ ഖദ് കഫാനി ദാലിക, അതിനെ സംബന്ധിച്ച് നക്ക് അല്ലാഹുമയോ അല്ലാഹു തന്റെ രക്ഷിക്കുവാൻ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ ചെല്ലതായ ആയത്ത് അല്ലേ, അല്ലാഹു അവന്റെ ദാസന്മാർക്ക് അടിമമാർക്ക് അല്ലാഹു മയാവലെ ചെത്തുള്ളതായ ഒരു ക്വസ്റ്റ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കേക്കറ്. ആ സന്ദർഭത്തിൽ നക്ക് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമുറെ ചരിത്ര പൽക്ക നക്ക് ನೆನಪು ಬಂತು. എന്തായി തിക്കറത്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, ನಾನು അല്ലാഹുരൊട്ടിಗೆ നിങ്ങളെയും നന്റെയും റബ്ബായിട്ടുള്ള അല്ലാഹുൽ ഞാൻ തവക്കുലാക്കിരെ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഒരു മൃഗവുമില്ല ദുനിയാവിലും, ഏതൊരു വസ്തുവുമില്ല, എല്ലാം അല്ലാഹുവരെ നാസിയത്തായി തിക്കറ് കടിഞ്ഞാനുള്ളത്. മൃഗമാവട്ട് മനുഷ്യന്മാരാവട്ട് ഈ ലോകത്തുള്ള സകലമാന വസ്തു അല്ലാഹുവരെ സൃഷ്ടി
എന്തെല്ലാം ഉണ്ടു അതെല്ലാത്തിനും നിയന്ത്രണം അത് അള്ളാഹുരെ കയ്യിലായി തിക്കറ് ചെന്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൗമുറൊട്ടിಗೆ ചെന്നത് നക്ക് ഓർമ്മ വന്ന് ചെന്ത് മഹാനായ ഈ പണ്ഡിതൻ ബുന്നാനുൽ ഹുമ്മാൽ ചെല്ലതായ പണ്ഡിതൻ ഇബ്നു തൂൽ കൊണ്ടൊട്ടിಗೆ ഭരണാധികാരൊട്ടിಗೆ ചെല്ലതായിട്ട് നിങ്ങൾക്ക് ചരിത്ര കാണുക സാധ്യം. അയാളെ കാലഘട്ടത്തിൽ അയാൾ മരിക്കരുത്, ഇബ്നു തൂൽ ചെല്ല ഭരണാധികാരി മരിക്കരുത്. ആ വിഷയ കിട്ടുമ്പത്തുകൂ മഹാനായ ബുന്നാനുൽ ഹുമ്മാൽ പണ്ഡിതൻ ചെല്ലത് അൽ ബരീഉ ജരീഉൻ, അൽ ബരീഉ ആമായക്കന്മാരായ നിരപരാധിമാരായിട്ടുള്ള ആൽമാർ അനക്കെപ്പോലും ധൈര്യം ഉണ്ടാവും. തപ്പാക്കാത്ത ആൽമാർക്ക് ഓടെ പോകും പേടി ഉണ്ടാവില്ല, ഏത് ജയിലിക്ക് പോകും പേടി ഉണ്ടാവില്ല. നിരപരാധിമാരായിട്ടുള്ള ആൽമാർ ഏത് ഭരണാധികാരിയുടെ മുന്നിലും പോയിട്ട് പൽക്ക പറയുക ധൈര്യം ഉണ്ടാവും, ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും പൽക്ക പറയുക ധൈര്യം ഉണ്ടാവും. കാരണം എന്തിനാ? നിരപരാധിയായി തിക്കറ്, തപ്പാക്കാത്ത ആൽമാരായി തിക്കറ്. അൽ ബരീഉ ജരീഉൻ, നിരപരാധിമാരായിട്ടുള്ള ആൽമാർക്ക് ധൈര്യം ഉണ്ടാവും. വൽ ഖായിനു ഖായിഫുൻ, അതുപോലെ ദേശദ്രോഹാക്രതായ ആൽമാർക്ക് പേടിയുണ്ടാവും, തപ്പാക്കിയതായ ആൽമാർക്ക് ഹൃദയത്തിൽ പേടിയുണ്ടാവും. അതുപോലെ വമൻ അസാഅ ഇസ്തൗഹശ, ആരെങ്കിലും തപ്പാക്കി തിന്നിട്ടായെങ്കിൽ അവന് ഒറ്റപ്പെടുവാൻ, അവന് ഏകാംഗിയാവാൻ, അവനക്ക് ആരെയും സഹായം ഉണ്ടാവല ചെന്ത് മഹാനായ പണ്ഡിതൻ നമുക്ക് പടിവാട്ടി തന്നെ. അപ്പം തവക്കുൽ ഒരു വിശ്വാസിരെ ജീവനത്തിൽ എപ്പോഴും ഉണ്ടാവും. തവക്കുൽ ചെന്നിട്ടായെങ്കിൽ എൻ്റെ എല്ലാ കാര്യം അള്ളാഹുവായി തിക്കറ് നിയന്ത്രിച്ചോണ്ടുള്ള ചെല്ലതായി ആ ഒരു നെൻപു ഹൃദയത്തിൽ ഉണ്ടാവുന്നതായി തിക്കറ് തവക്കുലു. ಅದರೊಟ್ಟಿಗೆ ಅಮಲು ಸಾಲಿಹಾತು ಬೇನು ಅല്ലെ, ಅದರೊಟ್ಟಿಗೆ അള്ളാഹുരൊട്ടിಗೆ തവക്കുലാഹുരൊട്ടിಗೆ ಅದರೊಟ್ಟಿಗೆ സ്വരവും വേണം അല്ലെ. ഞങ്ങൾ രോഗിയായ ഉണ്ടായെങ്കിൽ, ഞങ്ങൾക്ക് സീക്കായ ഉണ്ടായെങ്കിൽ അള്ളാഹു രോഗി തന്നതായി തിക്കറ് അവനെ ശിഫാക്കറ ചെല്ലതല്ല, അള്ളാഹു തന്നതായി തിക്കറ്. അതുകൊള്ളേ മരുന്നും ഞങ്ങൾ എടുക്കണോ. പൈച്ച ഉണ്ടായെങ്കിൽ അല്ലെ, പൈച്ച ഉണ്ടായെങ്കിൽ മുണ്ടാടുക്കറല്ല, അള്ളാഹു ഫുഡ് തന്ന് ചെല്ലല്ല. അത് പോയിട്ട് ഭക്ഷണം തിന്നണ്ടായെങ്കിൽ ആ പൈക്കുന്നത് മാറിപ്പോവും. അതുപോലെ ഏതൊരു വിഷയവും ഇൽമു കിട്ടണുണ്ടായെങ്കിൽ, അറിവ് കിട്ടണുണ്ടായെങ്കിൽ പഠിക്കണം. അതുപോലെ ഞങ്ങൾക്ക് സ്വർഗ കിട്ടണുണ്ടായെങ്കിൽ അതുപോലെ അമലും ദുനിയാവുലാക്കണോ. ഇതെല്ലാം തവക്കുലതായ ഒരു ഭാഗമായി തിക്കറ്, അള്ളാഹുരൊട്ടിಗೆ ട്രസ്റ്റ് ആക്കുന്നതായി തിക്കറ് അല്ലെ. അങ്ങനെ നല്ല നിലക്കുള്ളതായ തവക്കുലു ഹൃദയത്തിൽ നിന്നുണ്ടായെങ്കിൽ അവനക്ക് പേടിക്കുന്ന ആവശ്യകതയില്ല, ഏതൊരു ഭരണാധികാരിയെയും പേടിക്കുന്ന ആവശ്യകതയില്ല. ചരിത്ര ഞങ്ങൾക്ക് പടിപാട്ടതായി തിക്കറ് വലിയ വലിയ ആയുധങ്ങളും അതുപോലെ ഫോഴ്സൽ നിന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുലുള്ളതായ വിശ്വാസം വേണം, അള്ളാഹുലുള്ളതായ തവക്കുൽ നിന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് വിജയം ഉണ്ടാവും, സംശയമില്ല. കമ്മ്യം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറിയ ചെറിയ ഒരു ആയുധങ്ങളില്ലാത്ത, ഞങ്ങൾ ഫലസ്തീനിലും അവിടെയുള്ള കണ്ടതായി തിക്കർ ചെറിയ ചെറിയ സംഘങ്ങൾ ഒന്നുമില്ലാത്ത ആൽമാർ വലിയ വലിയ ലോക പോലീസുമാർ വിറപ്പിക്കറ് പേടിപ്പിക്കുന്നതായി ചരിത്ര ഞങ്ങൾ കണ്ടോണ്ടുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘത്തെ പരാജയാക്കൊണ്ടു ഇല്ല അള്ളാഹുരെ അനുമതി പ്രകാര. അതായി തിക്കറ് ഒരു വിശ്വാസിരെ ജീവനത്തിൽ വേനായി എപ്പോഴും ഏത് മർദ്ദനം എന്നുണ്ടായെങ്കിലും, ഏത് അക്രമം എന്നുണ്ടായെങ്കിലും അള്ളാഹുലുള്ള ആ വിശ്വാസം, ആ തവക്കുലുണ്ടാവും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുരെ കൗം ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാക്കിയാണ്. ഫിർഔൻ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാക്കിയാണ്, ചമ്മദ്രോഹം ഉണ്ടാക്കിയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുരൊട്ടിಗೆ വന്ന് കംപ്ലൈൻറ്റ് ചെല്ലകൊണ്ട് ഞങ്ങൾ വളരെ പ്രയാസത്തിലായി തിക്കറ്, കഷ്ടത്തിലായി തിക്കറ്, ദ്രോഹിച്ചോണ്ടുള്ള വധിച്ചോണ്ടുള്ള ഫിർഔൻ എന്താക്കണു. ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലറ് യാ ഖൗമി ഇൻ കുന്തും ആമന്തും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടായെങ്കിൽ ഫഅലൈഹി തവക്കലു, അവൻ്റെ മേലിൽ നിങ്ങൾ തവക്കുലാക്കുക. അല്ലാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട, നിങ്ങൾ തവക്കുലാക്കുന്നു. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീൻ ആയിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ തവക്കുലാക്കുന്നു. ഫഖാലു അലല്ലാഹി തവക്കൽനാ, ആ സമയത്തിൽ
അങ്ങ് ചെന്നതായിട്ട് ഖുർആൻ ഞങ്ങൾക്ക് പടിപാട്ടി തന്നെ ഫഖാലു അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അല്ലാഹുവിൽ മേൽ തവക്കുലാക്കിയ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ആ അക്രമിമാരായിട്ടുള്ള ആൾമാരെ ഫിത്നയിൽ നിന്ന്, ആ ഫിത്ന ഞങ്ങളെ ഒലപ്പെടുത്തേണ്ട റബ്ബേ, അതിന് നീ ഒലപ്പെടുത്തേണ്ട റബ്ബേ ചെത്തുള്ള ആ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ഇതായിട്ട് ഇക്കറ് ഒരു വിശ്വാസിയുടെ ജീവനത്തിൽ എപ്പോഴും ഏത് സന്ദർഭത്തിലും ഞങ്ങൾക്ക് ആർക്കും ആരെയും പേടിക്കുന്ന ആവശ്യകതയില്ല. വിശ്വാസി ചെല്ലതായ പേര് മുഅ്മിന്റെ അത് അർത്ഥമതായിട്ട് നിർഭയത്വമുള്ളവനും ചെന്തായിട്ട് വിശ്വാസി മാത്രമല്ല, പേടി ഇല്ലാത്ത അമ്മുള്ളവന് ചെന്തായിട്ട് മുഅ്മിന്റെ അർത്ഥം അതായിട്ട് നിർഭയത്വമുള്ളവൻ, പേടിയില്ലാത്തവനും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് വേണം അല്ലെ. ജിഹാദിക്ക് പോകേണ്ടതായ സന്ദർഭത്തിൽ അവിടുത്തെ ആൾമാർ മുനാഫിക്കിങ്ങതായ ആൾമാർക്ക് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ജിഹാദിക്ക് പോകേണ്ടത്? യുദ്ധത്തിന് നിങ്ങൾ എന്തൊക്കെ പോയിട്ടുള്ളൂ? നിങ്ങൾ യുദ്ധത്തിൽ പോയിട്ടാണെങ്കിൽ നിങ്ങളെ മക്കളെയും ഭാര്യമാരെയും ആറ് നോക്കുവാർ, അങ്ങ് ചെലവുകാർ കൊടുക്കുവാർ. ആ സമയത്തിൽ അങ്ങ് ചെല്ലതായ മുജാഹിദുകളായ ആൾമാർ ചെല്ലതായിട്ട് ചരിത്രം ഞങ്ങൾക്ക് കാണാൻ സാധ്യ. മാ അലൈന ഇല്ലാ അന്നു നുജാഹിദ ഫീ സബീലിഹി കമാ ഉമിർന. ഞങ്ങളെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല മാർഗത്തിൽ യുദ്ധാക്കു ഞങ്ങളൊട്ടിಗೆ കൽപ്പന വന്നത്, ഓർഡർ വന്നത്. അത് മാത്രം ഞങ്ങൾ ആക്കിയിട്ടുള്ളേ. ഞങ്ങളെ മേലെ വേറെ ഒരു ഉത്തരവാദിത്വമില്ല. വഅലൈഹി അൻ യർസുഖനാ കമാ വഅദന. അല്ലാഹുവിന്റെ മേലായിട്ട് റിസ്ക് കൊടുക്കുറോ, ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാം റിസ്ക് കൊടുക്കുറോನು അല്ലാഹു ആയിട്ടിക്കറ. ആ അതേ അല്ലാഹു ആയിട്ടിക്കറ് ഞങ്ങളൊട്ടിಗೆ ജിഹാദ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പോകണ്ട, ഞങ്ങളെ വിഷയത്തിൽ ടെൻഷൻ ഇല്ല. പോയിട്ട് ഭാര്യമാരൊട്ടിಗೆ പെഞ്ഞായിമാരൊട്ടിಗೆ പോയിട്ട് ചെല്ലകൊണ്ടു. നിങ്ങൾ മാപ്പിളെ യുദ്ധത്തിൽ പോയിട്ടായെങ്കിൽ അതാ ഷഹീദായിട്ടായെങ്കിൽ നിങ്ങൾ ആറ് നോക്കുവാർ, നിങ്ങൾക്ക് ആറായ ഭക്ഷണം തണ്ടാറ്, ചെലവ് നോക്കുറാറ്, മക്കൾ നോക്കുറാറ് ചെന്ന് ചെല്ലുമ്പൊത്തുക്കു അവിടുത്തെ ഭാര്യമാര് കൊടുക്കുന്നതായ പൽക്കൊണ്ടു. മൊന്തു തസവ്വജ്തുഹു വ അറഫ്തുഹു അറഫ്തു അക്കാലൻ വമാ അറഫ്തുഹു റസ്സാക്കൻ. എൻ്റെ മങ്ങിലായിൽ പിന്നെ എൻ്റെ മാപ്പിളരെ ഞാൻ കണ്ടോണ്ടുള്ളത് അക്കാലനായിട്ട് തിന്നറവനായിട്ട് ഞാൻ കണ്ടോണ്ടുള്ളേ. ഞാൻ ആക്കി വെച്ചത് ഫുഡാക്കി കൊടുത്തത് തിണ്ടോണ്ടുള്ളവനായിട്ട് ഞാൻ കണ്ടോണ്ടുള്ളേ. വല വമാ അറഫ്തുഹു റസ്സാക്കൻ, റസ്സാക്കായിട്ട് ഞാൻ കണ്ടോണ്ടില്ലേ. റിസ്ക് തണ്ടവനായിട്ട് ഞാൻ കണ്ടോണ്ടില്ലേ, തിന്നറവനായിട്ട് ഞാൻ കണ്ടോണ്ടില്ലേ. ഇനി തിന്നറവനു മരിച്ചു പോയെങ്കിലും പോയിട്ടായെങ്കിലും ലഖദ് ബഖിയ റസ്സാഖു, റസ്സാഖ് ബാക്കിയുള്ള, അതായത് അല്ലാഹു റിസ്ക് തണ്ടവനു അല്ലാഹു ആയിട്ട് അല്ലാഹു ബാക്കിയുള്ള. തിന്നറതായ ഞങ്ങളെ മാപ്പിളമാര് ഞങ്ങളെ സഹോദരന്മാര് അങ്ങ് പോയിട്ടായെങ്കിലും അല്ലാഹു ബാക്കിയുള്ള ചെല്ലതായ ആ ഒരു തവക്കുൽ ഈമാൻ പ്രതി ഓരോ സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് വേണം അല്ലെ. ഏത് സന്ദർഭത്തിലും ഞങ്ങളെ എല്ലാത്തിലും ഒന്നും പേടിക്കുന്ന ആവശ്യകതയില്ല. മഹാനായ അലി റളിയല്ലാഹുവിന്റെ മുട്ട ഖവാരിജ്മാര് യുദ്ധത്തിന് പോകേണ്ട സന്ദർഭത്തിൽ ഒരു ജ്യോത്സ്യന്മാർ ചെന്നാർ അല്ലെ, ജ്യോതിഷിമാര് ചെന്നാറ്, കണക്കുനോട്ടക്കാര് ചെന്നാറ്, എന്തിനാ ചെന്നാറ്? ഈ സമയത്തിൽ നിങ്ങൾ ആ അവിടേക്ക് പോകുത്തീരാം. ഈ ടൈമു സറിയില്ല ചെന്ന് അലി റളിയല്ലാഹുവിനൊട്ടിಗೆ ചെല്ലുമ്പൊത്തുക്ക് അലി റളിയല്ലാഹുവിനോക്ക് കൊടുക്കുന്ന മറുപടി വൽ നുസാഫിറു സിഖതം ബില്ലാഹ് വതവക്കുലൻ അലല്ലാഹ് വതക്ദീബൻ ലക. നിന്റെ പൽക്കത്തിന് ഞങ്ങൾ വിരുദ്ധമായിട്ട് ധിക്കരിച്ചിട്ട് ഞങ്ങൾ പോണ്ട. അല്ലാഹുവിലെ ബരമേൽപ്പിച്ച് തവക്കുലാക്കിത്ത് ഞങ്ങ യാത്ര പോണ്ട. അതേ ടൈമിലും അവന് ഏത് സമയത്തായി തിക്കറ് ചെന്നുള്ളാണ് ആ ടൈമില് ഞങ്ങ യാത്ര പോണ്ട. ഫബൂരിക ലഹു ഫീ ദാലിക സഫർ ഹത്താ ഖുതില ആമ്മത്തുൽ ഖവാരിജ്. ആ സമയത്ത് ഖവാരിജ്മാരൊട്ടിക്ക് പോയിട്ട് യുദ്ധാക്കിത്ത് മുഴുവൻ ഖവാരിജ്മാരെ കൊന്നൊടുക്കിത്തായി തിക്കറ് അലി റളിയല്ലാഹു അൻഹു മടങ്ങി വേണ്ടത് ചരിത്രം നമുക്ക് കാണുക സാധ്യ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യനങ്ങളുടെ ചെന്നിട്ടായെങ്കിൽ നമുക്ക് പേടിയായി തിക്കർ ഔത്തുരെ ഇന്നേ റൂമു പൊളിച്ചിട്ട് മാറ്റുന്നത് സരിയില്ല, ഈ ഡോറ് ഈ സൈഡുകല്ല പടിഞ്ഞാറുകല്ല അങ്ങോട്ട് കാവണു ഇപ്പറാവണു, ടോയ്ലറ്റ് സരിയായിട്ടില്ല, കിച്ചൺ സരിയായിട്ടില്ല ചെന്ന് ആരെങ്കിലും ഒരു ജ്യോത്സ്യരെ ഒരു തങ്ങന്മാരെ ഒരു പൽക്ക കേട്ടത്ത്
അതിൽ പൊലിക്കുന്നതായ ആൾമാരുണ്ട്. അള്ളാഹുവിലെ വിശ്വാസമില്ല, റബ്ബുറട്ടുള്ളതായ ആ ഒരു തവക്കുൽ നമുക്ക് പറഞ്ഞു എല്ലാ കാര്യത്തിലും. ഇത് വിശ്വാസിയുടെ ലക്ഷണത്തിൽ ഉണ്ടാവേണ്ടതായി തിക്കറ്. മാത്രമായി തിക്കറ് ഇങ്ങനെ തവക്കുൽ ആക്രതായ ആൽമാർ മാത്രമായി തിക്കറ് മുഅ്മിനീങ്ങ ചന്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് പടിപാടുന്നുണ്ട്. അപ്പം 3 വിഷയമായി തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിരെ മുഅ്മിനീങ്ങളെ ഗുണലക്ഷണമായിട്ട് പടിപാട്ടി തന്ന 1 അള്ളാഹുവിനെ സംബന്ധിച്ചെത്ത് അങ്ക് ചെന്ത് കൊടുത്തിട്ടെങ്കിൽ സ്മരിക്കപ്പെട്ടിട്ടെങ്കിൽ വജിലത്ത് ഖുലൂബുഹും അങ്ങനെ ഹൃദയങ്ങൾ പേടിക്കും. അതുപോലെ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അങ്ക് അല്ലാഹുവിനെ ഖുർആൻ ഓതി കൊടുത്തിട്ടെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടെങ്കിൽ അങ്ങനെ ഈമാൻ യാറാവൂ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 3-ാമതായിട്ട് എല്ലാ കാര്യത്തിലും അങ്ങ് അള്ളാഹു തവക്കുലാക്കുന്നതായ ആൾമാർ, ഇങ്ങനെയുള്ളതായ ആൾമാരുടെ കൂട്ടത്തിലായിത്തീരവും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവരെ സൂക്ഷിച്ച് ജീവിക്കുന്നു ചിന്തയിനൊക്കെ നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ പഠിക്കരെ മഹത്വം ഒരുപാട് ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടതായിരിക്കണം. ഒരു നല്ല ഒരു സംസ്കാരമുള്ളതായ ഉമ്മത്തായിട്ട് തീരണുണ്ടായെങ്കിൽ ഖുർആൻ പഠിക്കുന്നതായ ആൽമാരായി തീരണം. ഖുർആനായി തിക്കറ് മനുഷ്യരാക്കുന്നത് ഏറ്റവും നല്ല സംസ്കാരത്തുണ്ട്. ജാഹിലിയ കാലഘട്ട ചന്തനക മനസ്സിലാക്കിയ ഒരു കാലഘട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ട് ആ ഒരു കാലഘട്ടത്തിൽ മുന്നത്തെ കാലഘട്ടം അവിടുത്തെ ആൽമാരെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയതായിട്ട് വ്യഭിചാരവും മദ്യപാനവും കൊലയും യുദ്ധവും വിഗ്രഹാരാധനയും വ്യഭിചാരവും എല്ലാ നിലക്കുള്ളതായ തോന്നിവാസങ്ങൾ നിറഞ്ഞതായ ഏറ്റവും മോശപ്പെട്ടതായ ഒരു ജനവിഭാഗ ആയിത്തീർന്ന കുന്തും അല ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. ഖുർആൻ ചെന്ന് നരകത്തില് മുട്ട നിങ്ങയുന്ന അല്ലെ നരകത്തില് മുട്ട നിങ്ങ ആയിത്തീർന്നാൽ ഫഅൻകദകും മിൻഹാ നിങ്ങളെ അല്ലാഹു അവിടുത്തെ ബച്ചവാക്കിയ. എങ്ങനെ ആയിത്തീർക്കർ ബച്ചവാക്കിയ? വിശുദ്ധ ഖുർആന് അത് ഒരു വലിയ ഒരു നിഅമത്തായിട്ട് പടിപാട്ടിത്തണ്ട്. എങ്ങനെ നല്ലാക്കിയത്, നിങ്ങളെ നന്നാക്കിയെടുത്തത്, നല്ല സംസ്കാരമുള്ളതായി കുന്തും ഖൈറ ഉമ്മ ചന്ത് ഏറ്റവും നല്ല ഖൈറായിട്ടുള്ള ഉമ്മത്തായി തിക്കറ് നിങ്ങാ ചന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആയത്തിലൂടെ പടിപാട്ടി കൊടുക്കുമ്പോൾ അതൊരു വലിയ ഒരു നിഅമത്തായി തിക്കറ്. അതിനെ നെനപ്പാക്കണോ ചന്തായി തിക്കറ് അല്ലാഹു ഞങ്ങളൊട്ടിക്ക് പടിപാട്ടിത്തില്ല. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ ഓർക്കണോ, നെനപ്പാക്കണത്. ഇത് കുന്തും അദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ പരസ്പര ശത്രുത്വത്തിൽ നിന്നാറ്, പരസ്പര കണ്ടെങ്കായോട്ടില്ല. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ അല്ലെ മുഹാജിരീങ്ങ അൻസാരീങ്ങ അങ്ങനെ മുന്നലത്തെ കാലഘട്ടത്തിൽ പരസ്പര കണ്ടെങ്കായോട്ടില്ല, നിരക്കരെ കണ്ടെങ്കായോട്ടില്ല. അത്രയും ഗോത്രങ്ങൾ അടിയായി തിക്കറ് വർഷങ്ങളോട് തിങ്കളോ കെട്ടലെ യുദ്ധാക്കിക്കൊണ്ടിരുന്നതായി ആ ഒരു കൗമുറെ അള്ളാഹു നല്ലാക്കി എടുത്താണ്. എന്തായി തിക്കറ് നല്ലാക്കി എടുത്തത്? അതേ ഖുർആന് അല്ലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കടത്തിയിട്ട് വയുസക്കീഹിം അല്ലെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അങ്ക് ഖുർആൻ പടിപാട്ടി കൊടുത്തിട്ട് കിതാബ് ഓതി കൊടുത്തിട്ട് തങ്ങളെ സംസ്കാരാക്കിയിട്ട് ഇപ്പൊ ഏറ്റവും നല്ല സംസ്കാരമുള്ളതായ ആൽമാരായിട്ട് തീരണുണ്ടായെങ്കിൽ ഖുർആന്റെ അനുയായിമാരായി തീരണം. ഖുർആനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായെങ്കിൽ മാറിപ്പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ എല്ലാ തോന്നിവാസവും ജാഹിലിയ കാലഘട്ടത്തിൽ എന്തെല്ലാം തോന്നിവാസം അതെല്ലാം കടന്നു കൊണ്ടത് സംശയമില്ല. വ്യഭിചാര വ്യാപകമായിട്ടുണ്ടോ, അല്ലെ ഡ്രഗ്സ് മദ്യപാന അത് യാറായിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിലെ ആൾമാരുടെ ഇടയിലും
അല്ല മക്ക സ്റ്റുഡൻറ്റുമാർ എല്ലാവരുടെ ഇടയിലും ഡ്രഗ്സറെ ആൽമാരായി തീർന്നോട്ടുള്ളാറ്. എന്തുകൊണ്ട്? ഖുർആനിൽ നിന്ന് അകന്നു പോയ ആ മുന്നലത്തെ കാലഘട്ട തിരിച്ചു വന്നു. മദ്യപാനം തിരിച്ചു വന്നോട്ടുണ്ടോ? ഡ്രഗ്സ് അത് വേറെ വേറെ രൂപത്തിൽ പേരിൽ അറിയപ്പെടാനായെങ്കിലും അതുപോലെ ബഡ്ഡിയും വന്നോട്ടുണ്ടു. അത് മുന്നലത്തെ ആൽമാരെ സ്വഭാവ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ബഡ്ഡി അത് പല നമത്തിലും പല രൂപത്തിലും വന്നോട്ടുണ്ടു. അങ്ങനെ യുദ്ധങ്ങൾ, കൊല, അല്ലെ മക്കളെ കൊല്ലുന്നതും ഉമ്മരെ വയറ്റിൽ പ്രസവിക്കുന്ന മുങ്ങലനെ കൊല്ലുന്നതായ അവസ്ഥയുണ്ട് കണ്ടോട്ടുള്ളത്. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രസവിച്ചാൽ പിന്നെ കൊന്നോണ്ടിരുന്നാണ്. അപ്പം ഇങ്ങനെ ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്കു ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കടന്നു ബറുವುದು സംശയമില്ല. അതുകൊണ്ടൊത്തു ഖുർആൻ്റെ ആൽമാരായി തീർന്നു. അതുകൊള്ളതായ വ്യവസ്ഥ എന്തുണ്ട് പഠിക്കവും ഞങ്ങളെ മക്കളെ പടിപാട്ടവും എന്തെല്ലാം വേയുണ്ടു. അല്ലെ ഇവിടെ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് ഖുർആൻ പഠിക്കുന്ന ഒരു യോജന കൊമന്നത് ലേന്ത ഖുർആൻ ചെത്ത് ഖുർആൻ പഠിക്കുന്നത് എല്ലാം ഒട്ടിಗೆ പഠിക്കില്ല. 1-2 സൂറത്ത് പഠിക്കട്ട് ಅಂಕ ലാഭത്തുവേനായിട്ടല്ല, ಅಂಕ എന്തും ലാഭമില്ല. അത് മുമ്പ് ഇത് ബുക്ക് വിത്തത്ത് 100 രൂപ കിട്ടിയത് കൊണ്ടത്ത് വലിയ ലാഭത്തില്ല, നഷ്ടമായിട്ടിക്കത്. ആയിരക്കണക്കിൽ ബുക്ക് അവിടെ ബാക്കിയുണ്ട്. ഞങ്ങളെ ഉമ്മത്ത് എടുത്ത് വായിക്കില്ല, ഓതില്ല. ഞങ്ങൾ ഔത്തുകൊമ്പ് വെച്ചിട്ടെങ്കിൽ ആരെങ്കിലും ഒരു സൂറത്ത് ഓതിയുണ്ടായി ഒരു ആയത്ത് ഓതിയെങ്കിൽ അത് ഞങ്ങൾക്ക് കൂലിയായി തിക്കറ്. ഞങ്ങൾ കുടുംബക്കാർ വന്നൊന്ന് നോക്കിയിട്ടെങ്കിൽ ടേബിളിൽ കൊമ്പ് ഇത് വെക്കണം. ഏതെങ്കിലും മൂലൽ കൊമ്പ് ഇത് റാക്കിൽ വെക്കറല്ല, ഏതെങ്കിലും ഞങ്ങൾ എടുക്കറെ എപ്പോഴും കണ്ടോട്ടുള്ള ഒരു ടേബിളിൽ വെച്ചിട്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു ആയത്ത് ഓതിയിട്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൂലിയായി തിക്കറ്. ചില ആൾമാരെ മനസ്സത് ചേഞ്ചസ് ആവും സാധ്യത ഉണ്ട്. മുസ്ലിമീങ്ങളായ ആൾമാർ അങ്കും കൊടുക്കത് അങ്ങും പഠിക്കണം. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കൂലിയായി തിക്കറ്. സൗകര്യങ്ങൾ എത്ര ഉണ്ടായിട്ടെങ്കിൽ ഉപയോഗിക്കുള്ളതായ മനസ്സ് ഞങ്ങൾക്ക് ബണ്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ മക്കളെ അതുകൊള്ളതായ ഏതെല്ലാം പഠിക്കുക ഖുർആൻ പഠിക്കുക സാധ്യ മദ്രസ അതുപോലെ ക്ലാസ് അതുപോലെ എന്താ ഖുർആൻ ഇങ്ങനത്തെ യോജനയ്ക്ക് ഞങ്ങളെ മക്കളെ സേർപാട്ടും നല്ല സംസ്കാരമുള്ളതായ ഒരു ജനവിഭാഗ ഉമ്മത്ത് ആയിത്തീർന്നുണ്ടായെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ ആക്കരുത് ഖുർആൻ്റെ അനുയായിമാരായിത്തീരണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.